മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. നമ്മുടെ ഫുഡ് ആൻഡ് ഹ്യൂമൻ അല്ലെ, ഭക്ഷണവും മനുഷ്യരും എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് എങ്ങനെയാണ് ഏർലി ഹ്യൂമൻസ് തീ കണ്ടുപിടിച്ചത്. തീ കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കിയാലോ. ഇവരാദ്യം, അതായത് നമുക്കറിയാലേ, നമുക്ക് സ്റ്റോൺസ് തമ്മിൽ റബ്ബ് ചെയ്താലാണ് തീ ഉണ്ടാകുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ആദ്യകാലങ്ങളിൽ ഏർലി ഹ്യൂമൻസ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ അല്ലേ, ചിക്കനും മട്ടനും അല്ലെങ്കിൽ മീനൊക്കെ എന്താണ്, അവർ വേവിക്കാതെ ആയിരുന്നു കഴിക്കുക, റോ ആയിട്ട് പച്ചയ്ക്കായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിക്കോ, ഇൻ ഏർലിയർ ടൈംസ്, അതായത് ആദ്യകാലങ്ങളിൽ ദേ ഈറ്റ് ഫുഡ് റോ എന്ന് പറഞ്ഞാൽ പച്ചയ്ക്കായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം നോക്കിക്കോ, റോ ആയിട്ട് കണ്ടോ, റോ ആയിട്ട് വേവിക്കാത്ത ഫുഡ് മാത്രമായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ്, പതുക്കെ എന്താണ്, അവർ തീ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ലേൺ ടു യൂസ് ദ ഫയർ. അവർ തീ കണ്ടുപിടിച്ചതോടുകൂടി എന്തായെന്ന് പറയുന്നത്, വേവിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ. അതായത് പച്ചമാംസം കഴിക്കുന്നത് നിർത്തിയിട്ട് അവർ എന്ത് ചെയ്തെന്ന് പറയുന്നത്, ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ആൻഡ് ഈറ്റ്. അവർ വേവിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി. നോക്കിക്കോ, ആദ്യം എന്താണ്, റോ ആയിട്ടായിരുന്നു, പിന്നീട് എന്താണ്, അവർ കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി അല്ലേ. അങ്ങനെ എന്താണ്, ഇവർ ആദ്യമായിട്ട് കഴിച്ച വേവിച്ച ഭക്ഷണം ഏതാണെന്നറിയോ, ഈ കാട്ടുതീ വരൂലേ, കാടുകളിലെ താമസിക്കുന്നത്. അപ്പോൾ കാട്ടുതീ വരുന്ന സമയത്ത് എന്താണ്, ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരുന്നു ആദ്യമും മനുഷ്യർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കിക്കോ. ദ ഫസ്റ്റ് കുക്ക്ഡ് ഫുഡ് ദേ ഈറ്റ് ദേ പ്രോബബിലി ടു മീറ്റ് ഓഫ് ഡെഡ് ആനിമൽസ് ഇൻ വൈൽഡ് ഫയർ അല്ലേ. വൈൽഡ് ഫയറിൽ മരിച്ചിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള എന്താണ്, ആനിമൽസിന്റെ മാംസമായിരുന്നു അവർ ആദ്യമായിട്ട് കഴിച്ച വെന്ത മാംസം എന്ന് പറയുന്നത്. ദെൻ നോക്കിക്കോ, ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ, അങ്ങനെ പതുക്കെ എന്താണ്, അവർ തീ എന്താണ് കൺട്രോൾ ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ പഠിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു, ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. അവർ മാംസവും മത്സ്യമൊക്കെ എന്താണ് വേവിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ദെൻ നോക്കിക്കോ, അങ്ങനെ അവർ പിന്നീട് ഈ വേരുകളൊക്കെ അല്ലേ, വേരുകളും കിഴങ്ങുകൾ എന്താണ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. റൂട്ട്സും ട്യൂബേഴ്സും ഒക്കെ എന്താണ്, അവരെ ചുട്ട് തിന്നാനൊക്കെ തുടങ്ങി. അങ്ങനെ ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻസ് ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. ഇങ്ങനെയാണ് മനുഷ്യർ എന്ത് ചെയ്തത്, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വേവിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആദ്യം ഇവർക്ക് എന്താണ്, തീ കണ്ടുപിടിച്ചിട്ടില്ല അല്ലെ. ആ സമയത്ത് അവർക്ക് എന്തുണ്ടായത്, അവര് പച്ചയ്ക്ക് കഴിക്കുകയായിരുന്നു അല്ലെ. മീറ്റും ഫിഷും ഒക്കെ എന്താണ്, അവർ റോ ആയിട്ട് വേവിക്കാണ്ട് കഴിക്കുകയായിരുന്നു. പിന്നെ എന്താണ്, അവർ തീയെ കൺട്രോൾ ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ പഠിച്ചതിന് ശേഷം അവരെന്താണ് കുക്ക് ചെയ്യാൻ തുടങ്ങി, പിന്നെ ചുട്ട് തിന്നാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്, അവർ ആദ്യമായിട്ട് കഴിച്ച വേവിച്ച ഭക്ഷണം ഏതായിരുന്നു, കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു വീണെന്താണ്, മൃഗങ്ങളുടെ മാംസമായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് മിസ് ഇനിയും വരും. ബൈ.